അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികളെ ബീഫ് കൊണ്ട് നമുക്കൊരു ബീഫ് ഉലർത്ത് ഉണ്ടാക്കി വെക്കുക. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അത്യാവശ്യം നെയ്യുള്ള ബീഫ് ഉണ്ടെങ്കിൽ കിട്ടിയാൽ നമുക്ക് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നമുക്ക് അത്യാവശ്യത്തിന് എരിവ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സാറ് സാധനമാണ് കേട്ടോ. അത്യാവശ്യം എരിവ് വേണം. സാധാരണ കുരുമുളകും പൊടിൻ്റെയും പച്ചമുളകിൻ്റെ എരിവ് കാര്യമായിട്ട് തന്നെ വേണം കേട്ടോ ഇതിക്ക്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നെയ്യുള്ള ബീഫ് ഒരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നല്ലോണം കഴുകി പൗസാക്കിക്കാണ്ട് ഞാൻ കുക്കർ കണ്ടിട്ടിക്കാണ്ട് ഞങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഉലുവ, പെരിഞ്ജീരകം, ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഇട്ടിക്കാണ്ട് നല്ലോണം കുഴച്ച് അത്യാവശ്യത്തിന് ഓയിലും പാർന്നിട്ട്, അത്യാവശ്യം നെയ്യുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലും പാർന്ന് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം കുഴച്ചിക്കാണ്ടാണ് തീ വെക്കുകയാണ്. തീ വെച്ചിട്ട് കുക്കറിലായതുകൊണ്ട് തന്നെ ഞാനൊരു 7 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ അതുകൊണ്ട് ഓഫാക്കി. എന്നിട്ട് ആവിയൊക്കെ പോയിട്ട് നമുക്ക് പിന്നെ വേവൊക്കെ പാകമായി എന്ന് ഉറപ്പായതിനു ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ നല്ലോണം കുഴച്ചിട്ട് വെള്ളമൊന്നും പാരില്ല, വെള്ളമൊന്നും പാരാതെ അങ്ങനെ തീ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നെയ്യിലും ആ ഓയിലൊക്കെ കിടന്നിക്കാറുണ്ട് വെന്ത് അത് നല്ലോണം മസാലയൊക്കെ നല്ലോണം ബീഫ് നമുക്ക് ഇങ്ങോട്ട് പൊടിച്ച് കിട്ടണ കോലത്തിൽ ഇങ്ങോട്ട് ആയി കിട്ടണം. അപ്പോൾ നമുക്ക് അത് വേവിച്ചെടുക്കട്ടോ. അപ്പം അങ്ങനെ മക്കളെ നമ്മളെ ബീഫൊക്കെ ഇവിടെ വെന്ത് നല്ലോണം സ്റ്റാറായി റെഡി ആയിക്കണു. അപ്പം ഇനി നമുക്ക് ഇതൊന്നാണ് ചട്ടിക്ക് ഇട്ടുകാണ്ട് എടുക്കണം. ഇതിക്ക് നമ്മളിപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് അങ്ങനത്തെ സംഗതികളൊന്നും നമ്മൾ ഇതിക്ക് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി അതൊക്കെ ഇനി നമുക്ക് ഇപ്പോഴാണ് നമ്മൾ ഇനി ചട്ടിക്ക് ഇടുമ്പോഴാണ് ആ പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി നല്ലോണം തീ വെച്ചിക്കണു. ചട്ടി നല്ലോണം തീ വെച്ചിക്കാണ്ട് നല്ലോണം കണ്ട് ചൂടായേക്കിന് നമ്മൾ ഇതിക്ക് വെളിച്ചെണ്ണ കേട്ടോ പാർന്ന് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ പാർന്ന് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി നോക്കി നമ്മൾ വെളുത്തുള്ളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞത് ആദ്യം ഞാൻ ഇതിക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂപ്പായി ആകുമ്പോൾ നമ്മൾ ഇതിക്ക് ചെറുതാക്കി ഇഞ്ചി ചെറുതാക്കി അവിടെ കൊത്തി അരിഞ്ഞവിടെ വെച്ചിനു. അപ്പോൾ ഇഞ്ചി ഞാൻ ഇതിക്കാണ്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
നമ്മൾ മൂടി വെക്കാൻ പാടില്ല കേട്ടോ. മൂടി വെക്കാതെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തീ അവിടെ ചെറുതാക്കി വെക്കുക. എന്നിട്ട് ഒരു ലെവലിലേക്ക് ഇങ്ങനെ എത്തിപ്പെടണം കേട്ടോ. അപ്പോൾ ഇതിനെ ഉള്ളിയും ആ ഒരു പാകത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് ആയി വരും കേട്ടോ.